Morning Prayer. O my God, you who are light itself and the origin of all knowledge, bless my studies, which I consecrate to you. Enlighten my mind, strengthen my memory, and direct my will towards what is right. Amen. Hi children, how are you? I hope all of you are fine. Children, shall we start our next chapter? Our third chapter is Types of Software. Children, when we think about computers, the first thing that comes to our mind is hardware and software. Both are equally important in a computer. Hardware is the term given to the devices or physical entities. These are required to run the software. Examples of hardware are monitor, keyboard, mouse, printer, etc. Okay. Whenever we think about a കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ മൈൻഡിൽ വരുന്ന എന്തൊക്കെയാണ് ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ്. കമ്പ്യൂട്ടറിനകത്തിൽ എന്തൊക്കെയാണുള്ളത്? ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. വാട്ട് ആർ ദ ഹാർഡ്വെയർ? Hardwares are the physical components of a computer that can be seen, touch. Okay, നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന ഫിസിക്കൽ കമ്പോണൻസിനെ പറയുന്ന പേരാണ് ഹാർഡ്വെയർ. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മോണിറ്റർ, കീബോർഡ്, മൗസ്, പ്രിൻ്റർ, സ്കാനർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഹാർഡ്വെയർസ്. ഓക്കെ, so hardware is the term given to the devices or physical entities. അതിലെ ഡിവൈസസിനെ അല്ലെ ഫിസിക്കൽ എൻറ്റിറ്റീസിനെ പറയുന്ന ടേം ആണ് ഹാർഡ്വെയർ. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിലേ നമുക്കൊരു കമ്പ്യൂട്ടർ പൂർണ്ണമാവത്തുള്ളൂ. ഇതിൽ ഒന്ന് മാത്രമായിട്ടൊരു കമ്പ്യൂട്ടറും വർക്കാവില്ല. സോ ദീസ് ആർ റിക്വയർഡ് ടു റൺ ദ സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹാർഡ്വെയർസ് വേണം. ഓക്കെ, these are the examples of hardwares. There are some input devices there, output devices are there. What are the input device? The devices that are used in computer to give the instructions to the computer. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് അല്ലെ ഡേറ്റ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ്. എക്സാമ്പിൾ കീബോർഡ്, സ്കാനർ, മൗസ് എക്സെട്ര. ഓക്കെ, just like there are some output devices also there. Output devices are the devices used to give the result. കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്ത ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് നമുക്ക് തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. എക്സാമ്പിൾ പ്രിൻ്റർ, സ്പീക്കർ, മോണിറ്റർ എക്സെട്ര. ഓക്കെ, next one, software. Software is a program that enables us to perform specific tasks using the hardware. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോഗ്രാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് ദാറ്റ് എനേബിൾസ് us to perform specific tasks using the hardware. ഹാർഡ്വെയർ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മളെ എനേബിൾ ആക്കുന്നത് എന്താണ്? ഈ പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് എനേബിൾസ് അസ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് യൂസിങ് ദ ഹാർഡ്വെയർ. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽ ദ ഹാർഡ്വെയർ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്തിനുള്ള ഇൻസ്ട്രക്ഷൻസ്? ദാറ്റ് ടെൽ ദ ഹാർഡ്വെയർ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഹാർഡ്വെയറിനോട് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി പറയുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വീട്ടിൽ അമ്മ പോയിരുന്ന് പഠിക്ക്, ബുക്ക് അടുക്കി വെക്ക്, രാവിലെ എഴുന്നേക്ക്, പല്ല് തേക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത്തരം ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ കളക്റ്റീവായി ഒന്നിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇറ്റ്സ് എ program എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് എനേബിൾസ് us to perform specific task using the hardware. ഹാർഡ്വെയർ ഉപയോഗിച്ച് സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്
that tell the hardware to perform a particular task. ഇതിനകത്തുള്ള എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ്? Tell the hardware to perform a particular task. ഹാർഡ്വെയറിനോട് ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ പറയാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയറിൽ ഉള്ളത്. Therefore, we can say that hardware and software are complementary to each other. So, hardware and software are complementary to each other. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിലെ എല്ലാം നിലനിൽക്കുകയുള്ളൂ. സോ hardware and software are complementary to each other. Examples of softwares: C++, Java, C#. These are the examples of software programs. Some of the application programs, Microsoft Word, Excel, PowerPoint, etc. These are also softwares. The main software is operating system. All of you know what is an operating system. Last second chapter we studied what is an operating system. Okay, operating system is also an example of a software. It's a system software. Okay, next, kinds of software. There are different types of softwares are there. They are system software and application software. There are two types of softwares: system softwares and application softwares. Softwaresന് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ, സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ദി സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്സ്. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെക്കൻഡ് വൺ ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റം, third one utility software, fourth one language translators. The classification of system software are operating system, operation support system, utility software and language translators. Okay, then the classification of application software are: there are 2 types of application software are available in the market. They are general purpose application software and function specific application software. The 2 types of application softwares are general purpose application software and function specific application software. Okay, these softwares are we study detailed in next class. Today just give some information about this. We all know that what is software. Software is a program. Okay, just now we discuss software is the set of instructions to perform some task. എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ, കളക്റ്റീവ് ഇൻസ്ട്രക്ഷനെ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. These softwares are classified into 2 types: system software and application software. System software means this software control all the operations in a computer. കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ഓപ്പറേഷനെയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള പ്രോഗ്രാംസിനെ പറയുന്ന പേരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ആൻഡ് ഫസ്റ്റ് എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ് വാട്ട് ഈസ് an operating system. What is an operating system? Operating system is a system software that can perform all operations in a computer. It controls the hardware, it monitors the operations in the computer. കമ്പ്യൂട്ടറിലെ എല്ലാ ഓപ്പറേഷൻസിനും മോണിറ്റർ ചെയ്യുന്നതും ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ആരാണ്? ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പം മെയിൻ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? Examples: Windows, DOS, Linux, Unix, etc. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ്, ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റം. ദീസ് ആർ യൂസ്ഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്താണ് നമ്മൾ ഓപ്പറേഷൻ സപ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആർ നമ്മൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ കമ്പ്യൂട്ടറിലെല്ലാം എല്ലാവരുടെയും വീട്ടിൽ കമ്പ്യൂട്ടറിൽ വൈറസ് ഒന്നും കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഇത്തരം ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസൊക്കെ
വരുന്നത് അണ്ടർ ദ ഹെഡിങ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസ്, ഡിസ്ക് ടൂൾസ്, ഡീഫ്രാഗ്മെൻറ്റേഷൻ ടൂൾസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്തിൽ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ജസ്റ്റ് മിസ് അത് എന്തൊക്കെയാണെന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ യു ഓൾറെഡി നോ, നമ്മൾ കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്നത് മെഷീൻ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ബട്ട് വി കനോട്ട് ഡു എനിത്തിങ് വിത്ത് ദിസ് ലാംഗ്വേജ്. നമുക്ക് മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജും ഉണ്ട്, മെഷീൻ ലാംഗ്വേജും ഉണ്ട്. We do all the programs in high level languages like C, C++, Java, C#, something like that. These are all high level languages. The machine can only understand the machine language or binary language. These are the language with 2 digits 0 and 1. The combination of 0 and 1 are performed there as a machine language. മെഷീൻ ലാംഗ്വേജിനകത്തിൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ദിസ് മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്നത് എന്താണ്? ഈ മെഷീൻ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വി നീഡ് സം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അതുകൊണ്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന ഏതെങ്കിലുമൊക്കെ മന്ത്രിമാരൊക്കെ നമ്മളുടെ നാട്ടിൽ ഈ ഇലക്ഷൻ സമയത്ത് ക്യാമ്പയിന് വരുമ്പം പ്രസംഗിക്കുമ്പം അവരുടെ കൂടെ ഒരു ട്രാൻസ്ലേറ്റർ വേണം. അതായത് അവർ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നതിനെ നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ കാണും. ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരാൾ ഹിന്ദിയിൽ പറയുമ്പോൾ അടുത്ത ആൾ ഇത്തിരി കഴിയുമ്പോഴേക്കും മലയാളത്തിൽ പറയുന്നത്. ഇവിടെ നമ്മുടെ പുന്നപ്രയിൽ പ്രകാശ് കാരാട്ടൊക്കെ വന്ന സമയത്ത് കക്ഷി ഹിന്ദിയിൽ പറയുന്നത് മലയാളത്തിൽ പറയാനായിട്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആൾക്കാരാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ മെഷീനിലും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ അണ്ടർസ്റ്റാൻഡ് ആവുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റേഴ്സിനെ പറയുന്ന പേരാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം പഠിക്കാം. ജസ്റ്റ് നൗ ഐ എക്സ്പ്ലെയിൻ വാട്ട് ആർ ദീസ് പോയിൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു: ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ഫങ്ഷൻ സ്പെസിഫിക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഹിയർ ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് വേഡ്, എക്സൽ, പവർ പോയിൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ്. ഇനി ഫങ്ഷൻ സ്പെസിഫിക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെ പറയുന്ന പേരാണ് ഫങ്ഷൻ സ്പെസിഫിക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഏതെങ്കിലും മാർജിൻ ഫ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പ്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ അവരുടെയൊക്കെ ഇപ്പോൾ എല്ലാ കടകളിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അവിടുത്തെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ വഴിയാണ്. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ അവരുടെ കടയ്ക്ക് വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്യും. അത്തരം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെ പറഞ്ഞ പേരാണ് ഫങ്ഷൻ സ്പെസിഫിക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പം ജസ്റ്റ് ഈ ടേംസ് എല്ലാം ഒന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 1 by 1 എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സോഫ്റ്റ്വെയർ ഈസ് എ പ്രോഗ്രാം or set of instructions. The software is classified into 2 types: system software and application software. System software is divided into 4 types: operating system, operation support system, utility software, language translators. Okay, next application software. It is classified into 2 types: general purpose application software and function specific application software. So in this chapter, types of software, today we discussed what is hardware, what is software, what are the different classification of software.
Okay. In this, we can understand hardwares and softwares are complementary to each other. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. Okay. So we can continue in the next class. Okay. Thank you.